പാക് അധീന കാശ്മീരിൽ സംഘർഷം 4ാം ദിവസവും രൂക്ഷമായി തുടരുകയാണ്. സൈനിക വാഹനങ്ങളടക്കം പ്രതിഷേധക്കാർ കത്തിച്ചു. നിരവധി നേതാക്കളെ പാകിസ്ഥാൻ സേന അറസ്റ്റ് ചെയ്തു. പാക് അധീന കാശ്മീരിൽ ഭീകരമായ മനുഷ്യാവകാശ ലംഘനങ്ങൾ നടക്കുന്നുവെന്ന് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പ്രതികരണം വന്നിട്ടുണ്ട്. നേപ്പാളിലെ ജൻസി പ്രക്ഷോഭത്തിന് സമാനമായ ദൃശ്യങ്ങളാണ് പാക് അധീന കശ്മീരിലെ മുസഫറാബാദ്, മിർപൂർ, പൂഞ്ച്, നീലം, ഭീംബർ എന്നിവിടങ്ങളിൽ നിന്നും പുറത്തുവരുന്നത്. രാഷ്ട്രീയവും സാമ്പത്തികവുമായ അവഗണനയ്ക്കെതിരെ 38 ആവശ്യങ്ങൾ ഉന്നയിച്ചുള്ള ജനകീയ പ്രതിഷേധം 4ാം ദിവസത്തിലും രൂക്ഷമായി തുടരുകയാണ്. കൂടുതൽ സൈന്യത്തെ ഇറക്കി അടിച്ചമർത്താനുള്ള ഭരണകൂടത്തിന്റെ നീക്കത്തിനെതിരെ സ്കൂൾ വിദ്യാർത്ഥികളടക്കം തെരുവിലിറങ്ങി. സൈന്യത്തിന്റെ നിരവധി വാഹനങ്ങൾ പ്രതിഷേധക്കാർ കത്തിച്ചു. അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട പാക് അധീന കശ്മീരിലെ രാഷ്ട്രീയ പാർട്ടികൾ ഐക്യരാഷ്ട്രസഭയുടെ മനുഷ്യാവകാശ കൗൺസിലിനെ സമീപിച്ചു. പാക് അധീന കശ്മീരിലെ ഭീകരമായ മനുഷ്യാവകാശ ലംഘനങ്ങൾക്ക് പാകിസ്ഥാൻ ഉത്തരവാദിയെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ പ്രതികരിച്ചു. We believe that it is a natural consequence of Pakistan's oppressive approach and systemic plundering of resources from these territories which remain under its forcible and illegal occupation. സംഘർഷം രൂക്ഷമായതോടെ കഴിഞ്ഞ ദിവസം സർക്കാർ പ്രതിനിധികൾ വിവിധ സംഘടനകളുമായി ചർച്ച നടത്തിയെങ്കിലും ഫലം കണ്ടില്ല. പ്രതിഷേധക്കാർക്ക് നേരെ സൈന്യം നടത്തിയ വെടിവെപ്പിൽ ഇതുവരെ 12 പേർ കൊല്ലപ്പെട്ടു. 200-ലേറെ പേർ പരിക്കേറ്റ് ആശുപത്രിയിലാണ്. 24 ഡൽഹി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.